വേണ്ട അറിവുകൾ കൊടുത്ത് അവരെ കൂടെ ഞങ്ങൾ ഇതുപോലെ ആക്കുന്നു. ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തമായ പ്രോഡക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാ റേഞ്ച്. ഇപ്പോൾ നമുക്ക് ഒരു മീറ്റർ കർട്ടൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ 50 റുപ്പീസ് മുതൽ ഒരു 4000 5,000 റേഞ്ച് വരെയുള്ള മെറ്റീരിയൽ ക്ലോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ്സുകളും എല്ലാം ആദ്യമേ ബഡ്ജറ്റാണ്. എനിക്ക് ഇത്ര രൂപയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ബഡ്ജറ്റ് കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാവരും ചെറിയ കൊച്ചു വീട് മുതൽ വലിയ വീട് വരെ അല്ലെ പ്രൊജക്റ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ റേഞ്ചിലുള്ള സാധനമാണ്. NRIസിന് അവരുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ വീട് പണി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ വിദേശത്തായിരിക്കും. അവിടെ നാട്ടിൽ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഹൗസ് വാമിങ്ങിന് ഒരു 10 ദിവസം മുമ്പായിരിക്കും നാട്ടിലെത്താൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രധാന ചലഞ്ച് ഇവർക്ക് ഈ 10 ദിവസം നാട്ടിൽ വന്നതിന് ശേഷം ഇത് കണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം. ആ സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് മുഖേനയും മറ്റ് ഫ്രണ്ട് സർക്കിൾ മുഖേന അവർ നമ്മളെ ത്രൂ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ അവരുടെ വിത്ത് പെർമിഷനിൽ അവരുടെ വീട്ടിൽ ചെന്ന് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ ഞങ്ങൾ മെയിൽ ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഈ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്ത് എസ്റ്റിമേഷനും ബൈ മെയിലിൽ കൊടുത്ത് അപ്രൂവൽ മേടിച്ചിട്ട് അവർ നാട്ടിൽ വന്നാൽ ഈ വിതിൻ 10 ഡേയ്സിൽ ഈ സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രത്യേക വിങ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസൈനിങ് സ്റ്റുഡിയോ, അതായത് ഇച്ചിരി ഹൈലി കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അവരുടെ വർക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ കണ്ടാൽ ഒരു മോർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആയതിനാൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു പ്രസൻറ്റേഷൻ കൊടുക്കും. ഒരു 2, 3, 4 പ്രസൻറ്റേഷൻ കൊടുത്തിട്ട് അവർക്ക് ആ പ്രസൻറ്റേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും ഒരു ഡിസൈനിങ് വിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ വർക്കിൻ്റെ വോളിയം അനുസരിച്ചിട്ട് ഞങ്ങളത് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വെളിയിലുള്ള NRIസിനെ സംബന്ധിച്ചുള്ള വലിയ അനുഗ്രഹമാണ്. കാര്യം അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ വീട് പണി കഴിഞ്ഞാൽ എങ്ങനെ കണ്ട് അപ്രൂവൽ മേടിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുന്നു. ഹൈ എൻഡ് കസ്റ്റമേഴ്സിന് പലപ്പോഴും കാണുന്ന ഒരു സ്വഭാവം കോമൺ അല്ലാത്ത സാധനങ്ങൾ അവരുടെ വീട്ടിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നത്തെ താങ്കൾ എങ്ങനെയാണ് നേരിടുന്നത്? അതിനുവേണ്ടി ഇവിടെ 2 തരത്തിലാണ് ഞങ്ങൾ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയെ സംബന്ധിച്ചുള്ള ഏറ്റവും ലോ എൻഡ് ആൾക്കാർ മുതൽ ഹൈ എൻഡ് ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ, അതായത് 50 രൂപ മുതൽ 5000 രൂപ വരെ തുണി വിലയുള്ള സാധനമുണ്ട്. അപ്പം ഞങ്ങൾ മെയിൻലി ഒരു 500 രൂപ വരെയുള്ള തുണികളെല്ലാം റെഡി സ്റ്റോക്കായിട്ട് ഇവിടെ വെച്ചിരിക്കും. വളരെ ഹൈ എൻഡ് ക്ലോത്ത്സുകൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്യുന്നത് അത് കമ്പനികളിൽ നിന്ന് നേരിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം വരുത്തി കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് ശരിക്കും അവരുടെ കളർ തീം അനുസരിച്ചിട്ടുള്ളതും പിന്നെ തൊട്ടടുത്ത വീടുകളിൽ അത് വരാതിരിക്കാനും അത് ഒരു യുണീക്ക് സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഒരു വലിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു ദിവസം മുഴുവൻ സെലക്ട് ചെയ്താൽ തീരാൻ പറ്റാത്ത കളക്ഷൻസ് അതിനുവേണ്ടി വെച്ചിട്ടുണ്ട്. അത് കോമൺ റേഞ്ചിൽ ആൾക്കാർ കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർക്കത് കാണുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് 2 സെഗ്മെൻ്റായിട്ടാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ NRIസും വെളിയിലുള്ളവരും വളരെ ഹാപ്പിയാണ്. പാറപ്പാട്ട് പി സ്ക്വയർ എന്ന ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. ആദ്യത്തെ കടയായിരുന്നു 15 വർഷം. സെയിം ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം. ചെറിയ രീതിയിൽ തുടങ്ങി. ആദ്യം ഒരു 2 ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റുള്ള ഈ കാണുന്ന ബിൽഡിംഗ് ഒരു റീസെൻ്റ്ലി ഒരു 3 വർഷമായുള്ളൂ പണി തീർന്നു. അഞ്ച് നിലകളിലായിട്ട് 15,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഒരു പ്രസ്ഥാനം, ഇന്റീരിയർ ഡെക്കറേഷൻ്റെ സാധനങ്ങളുടെ മാത്രം എക്സ്ക്ലൂസീവായ ഒരു ഷോറൂം തുടങ്ങും. ഈ 3 വർഷം മുൻപ് നിങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്നോ ഇത് എത്രത്തോളം പത്തനംതിട്ട പോലെ ഒരു നഗരത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകും എന്നതിന്? ഞങ്ങളുടെ കഴിഞ്ഞ 15 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ആവശ്യം വരും എന്നറിയാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ആവശ്യം വരും, അതിൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. ബട്ട് ഞങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഇനിയും ഈ സ്ഥലം പോരാ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. ഇപ്പോൾ എന്ത് തോന്നുന്നു? സക്സസ് ആയിരുന്നു എന്ന് തോന്നുന്നു? 100% സക്സസ് ആണെന്ന് തോന്നുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് അവിടുത്തെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. തിരിച്ച് സ്റ്റാഫിന് കിട്ടുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. താങ്കളുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണ് തൊഴിലാളികളും ഓണേഴ്സും തമ്മിലുള്ള ബന്ധം? ഞങ്ങളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികൾ എന്ന് ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾ മീൻ ചെയ്യുന്ന കോ വർക്കേഴ്സ്. ഞങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്യണം, അവർ ഞങ്ങളുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെങ്കിൽ അവരെല്ലാം അവർ ജോലിയിൽ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ചെയ്യണം. അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് 100% അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന് അനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യാറുള്ള നിയമാനുസൃതമായ PFകൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരെ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് തന്നെ
ഞങ്ങൾ ഹാപ്പി ആയിരിക്കണം, ഞങ്ങളുടെ സ്റ്റാഫ് ഹാപ്പി ആയിരിക്കണം, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കണം. അല്ലാതെ കസ്റ്റമേഴ്സ് മാത്രം ഹാപ്പി ആയിട്ട് കാര്യമില്ല, സ്റ്റാഫ് മാത്രം ഹാപ്പി ആയിട്ട് കാര്യമില്ല, ഞങ്ങൾ മാത്രം ഹാപ്പി ആയിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങളുടെ മെയിൻ മോട്ടോ. എത്ര സ്റ്റാഫുണ്ട്? ഇപ്പോൾ 60ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള യൂണിറ്റിയാണോ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ്. കാര്യം ഞങ്ങൾ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന മേഖലകൾ രണ്ടും രണ്ടായിരിക്കും. ഒരിക്കലും ബ്രദർ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ചെയ്യും, ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അവൻ നോക്കാറില്ല, അവൻ ചെയ്യുന്നത് ഞാനും നോക്കാറില്ല. അപ്പം എക്സ്റ്റേണൽ അഫേഴ്സ് മൊത്തം ഒരാൾ നോക്കുമ്പോൾ ഇന്റേണൽ അഫേഴ്സ് മൊത്തം ഒരാൾ നോക്കും. ഒരു സമയത്തും ഞങ്ങൾ ഒരാളെങ്കിലും സ്ഥാപനത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. ഒരാൾ പുറത്തു പോകുമ്പോൾ ഒരാൾ ഇവിടെ കാണും. കൂടിയാലോചനകൾ ഉണ്ടാകാറുണ്ട് തീർച്ചയായിട്ടും. എല്ലാ ദിവസങ്ങളിലും ഈച്ച് ആൻഡ് എവറി ഡീലോ എനിത്തിങ് ഞങ്ങൾ തീരുമാനിക്കാതെ ചെയ്യാറില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്? അഭിപ്രായ വ്യത്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല. കൂടുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും. സ്റ്റാഫുകൾക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത്? ശരിക്കും നമ്മുടെ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ നമ്മുടെ ഒരു പാർട്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് ചെയ്യും. അവർക്ക് ഞങ്ങളോട് ചോദിക്കേണ്ട ഒരു ഗ്യാപ്പ് വരുന്നില്ല. അവരുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ ഉണ്ട്. അത് 100% അവർക്ക് എവരി ഇയർ ഞങ്ങളുടെ ഫാമിലി, അതായത് ഞങ്ങളുടെ ഓൺ ഫാമിലിയും ഇവർ ഉൾപ്പെടെയുള്ള ഒരു ടൂർ പാക്കേജ് എവരി ഇയർ ഞങ്ങളുടെ കട തുടങ്ങിയ വർഷം ജനുവരി 20 ആ ഡേറ്റിൽ സൺഡേ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു വർഷത്തിൽ 2-3 ട്രെയിനിങ് പ്രോഗ്രാംസ് പുറത്തുനിന്ന് ആളിനെ വിട്ട് ചെയ്യിക്കാറുണ്ട്. അത് ഞങ്ങളത് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെ കൂടിയിട്ട് അവർക്ക് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, കാരണം ഞങ്ങൾക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് ആൾ വന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരത് വളരെ കറക്റ്റായിട്ട് അത് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഇവിടെ കട വന്ന് ഒന്നും സംഭവിക്കത്തില്ല. ഇവർ സ്റ്റാഫ് വന്നിട്ട് അവർ വർക്ക് ചെയ്ത് തുടങ്ങിയാലേ ഞങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരാണ് ശരിക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും ഹാൻഡിൽ ചെയ്യുന്നത്. കലാപരമായ ഒരു കഴിവ് വേണ്ട മേഖലയാണിത്. തീർച്ചയായിട്ടും. സ്റ്റാഫുകൾക്ക് അങ്ങനെയുള്ള കഴിവുകളുണ്ടോ? തീർച്ചയായിട്ടും. അവർ ഇപ്പോൾ ഒരു വർക്കിന് അവർ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഐഡിയ മെഷർമെൻ്റ് എടുത്ത് വരുമ്പോൾ തന്നെ ഞങ്ങളോട് പറയും ഇന്ന വീട്ടിൽ ഇന്ന സാധനം വർക്കൗട്ട് ആകത്തില്ല, അല്ലെങ്കിൽ ഇന്നത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇന്നത് ചെയ്യാൻ ബുദ്ധിമുട്ട്. ആ ഒരു ഡ്രോബാക്സുകളൊക്കെ അവർ വളരെ കറക്റ്റായിട്ട് പറയുന്നതനുസരിച്ചാണ് ഞങ്ങൾ ആ വീടിന് വേണ്ടി ഇവിടുന്ന് തയ്യാറാക്കി കൊണ്ടുപോകുന്നത്. അല്ല അവിടെ ചെന്ന് പിന്നെ ഞങ്ങളുടെ കുറേ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. വളരെ നല്ല പ്രിപ്പയർ ആയിട്ടാണ് ഞങ്ങളുടെ സ്റ്റാഫ്സ് ചെല്ലുന്നത്. ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പോലും അതിലുള്ള എല്ലാ സംവിധാനം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ക്ലയൻസിനോട് ഒരു സാധനം ചോദിക്കുകയോ അവർ നല്ല സെറ്റപ്പായിട്ടാണ് പോകുന്നത്. നല്ല ബിഹേവിയറാണ്. ഞങ്ങൾ ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. അവർ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്നലെ വന്ന ടീംസ് നല്ലതായിരുന്നു. അങ്ങനത്തെ ഒരു ശരിക്കും ഞങ്ങളുടെ മൊത്തത്തിൽ ഫീൽഡ് എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്കിൽ നിന്നാണ് അടുത്ത വർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് കഴിയും തോറും ആ വർക്കിൽ എന്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കും. കസ്റ്റമൈസേഷൻ ഈ മേഖലയിൽ എത്രത്തോളം പ്രാവർത്തികമാണ്? കസ്റ്റമൈസേഷൻ ആണ് ശരിക്കും. ഇപ്പോൾ ഓരോ വീടിനും ആ വീടിൻ്റെ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഇപ്പോൾ മിക്കവാറും ഉള്ളൊരു ആൾക്കാരും വെറൈറ്റിയാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീടിന് ഇന്ന ആവശ്യങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ തന്നെ ഓരോ വീട്ടിലും വരുന്നത് ഫർണിച്ചറും ഓരോ റൂമിലും വ്യത്യാസമുള്ള ഫർണിച്ചറുകൾ. മാട്രസ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ടേസ്റ്റിന് ശരിക്കും പ്രായമുള്ളവർക്ക്, ബാക്ക് പെയിൻ ഉള്ളവർക്ക്, കിഡ്സിന് എത്ര വെറൈറ്റി 50,000 to 2 lakhs വരെ വിലയുള്ള മാട്രസുകളുണ്ട്, 3,000 മാട്രസ് ഉണ്ട്. അപ്പോൾ നമ്മളാണ് ശരിക്കും അവരോട് പറഞ്ഞ് പ്രോഡക്റ്റ് നോളജ്. ഞങ്ങളുടെ ഇപ്പം ഡീൽ ചെയ്യുന്ന സ്റ്റാഫിന് അവരുടെ കമ്പനി വിട്ടാൽ അതിൻ്റെ പ്രോഡക്റ്റ് നോളജ് ഉണ്ടാവും. ഫർണിച്ചർ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫർണിച്ചറിൻ്റെ ഇതെന്താണ് ഇതിൻ്റെ സംഭവങ്ങൾ പറയാനുള്ള അറിവുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ അവരത് അംഗീകരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എന്നാലേ നമുക്കൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. കസ്റ്റമേഴ്സിന് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡുകൾ കാണിച്ചു കൊടുക്കുമെങ്കിലും ഞങ്ങൾ അവരുടെ ടേസ്റ്റ് ചോദിക്കും. അപ്പം മെയിൻലി അവരുടെ ടേസ്റ്റ് എന്താണ്, അപ്പോൾ അതിന് എന്തെങ്കിലും വലിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഇത് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിത്ത് പെർമിഷനോട് കൂടി മാത്രമേ ഞങ്ങൾ മാറ്റാറുള്ളൂ. ട്രെൻഡ്സുകൾ ചിലർ പറയും ഏറ്റവും ട്രെൻഡി സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാലും അവരോട് പറയും ഈ ട്രെൻഡി സാധനങ്ങൾ നമ്മുടെ വീടിന് ചിലപ്പം അപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ കൺവിൻസ് ആവാറുണ്ട്. എന്തായാലും അവരുടെ ടേസ്റ്റിലാണ്